ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ട്രംപ് അധികാരത്തിൽ കയറിയതോടുകൂടി ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് നമ്മുടെ കാക്കാക്കൂട്ടങ്ങൾക്ക് തന്നെയാണ്. ഓരോ രാജ്യങ്ങളിലും നുഴഞ്ഞു കയറി ആ രാജ്യത്ത് ഇവർക്ക് അഭയം നൽകിയ ആളുകളുടെ സമാധാനം കവർന്നെടുക്കുന്ന രൂപം. ഇപ്പോ USAID എന്ന സംഘടനയെ ട്രംപ് പിരിച്ചുവിട്ടതോടുകൂടി കാര്യങ്ങൾ എല്ലാം കീഴ്മേൽ മറിഞ്ഞു. ബൈഡൻ കൊടുത്ത ആനുകൂല്യങ്ങളൊന്നും ഇപ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് കിട്ടാതെയായി. ജിഹാദികളുടെ കടകളും വീടുകളും കുടിയേറ്റങ്ങളും താമസ സൗകര്യങ്ങളും സർവോപരി എല്ലാം ഞങ്ങളുടേതാണ് എന്ന് കരുതി അടക്കി ഭരിച്ചിരുന്ന പലതും ഒന്നൊന്നായി ഒഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി, അങ്ങനെ ആയിരക്കണക്കിന് ബില്യൺ അമേരിക്കൻ ഡോളർ ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് മുടക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് ലഭിച്ച വിവരം. അതാണ് ട്രംപ് വന്നിട്ട് സ്വിച്ച് ഇട്ടതുപോലെ നിർത്തിയത്. കാരണം ട്രംപിന് മനസ്സിലായി ഇത് ആഗോള ഭീകരതയെ വളർത്തുന്നതിന് തുല്യമാണ്. നമ്മുടെ പണം കൊണ്ട് ഇവർ കൊഴുത്തു വളരുന്നു. ഈ അമേരിക്കൻ ഡോളർ കൊണ്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ജിഹാദി സ്ഥാപനങ്ങളാണ് ലോകം മുഴുവനും ആധിപത്യം സ്ഥാപിച്ചത്. പ്രത്യേകിച്ച് ബൈഡൻ സർക്കാർ ഇവരോട് മൃദു സമീപനം സ്വീകരിച്ചത് ഇവർക്ക് തഴച്ചു വളരാൻ സഹായകമായി. ഭാരതം ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും പെയ്ഡ് ഏജന്റുകളെയും ഏജൻസികളെയും ഈ അഭ്യാസത്തിൽ റിക്രൂട്ട്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മനുഷ്യാവകാശ സംഘടനകൾ മുതൽ രാഷ്ട്രീയ പാർട്ടികൾ വരെ, രാഷ്ട്രീയക്കാർ മുതൽ അഡ്വക്കേറ്റ് ആയിരുന്നാലും മറ്റ് ചിലപ്പോൾ ചരിത്ര അധ്യാപകർ മുതൽ സാധാ രാജ്യദ്രോഹിയായിട്ടുള്ള ഇന്ത്യക്കാരുൾപ്പെടെയുള്ള ആളുകൾ ഈ പണം വാരി നക്കിയവരാണ്. സ്വന്തം രാജ്യത്തിനെതിരെ തിരിയാൻ യാതൊരു മടിയുമില്ലാത്ത ഈ വിഭാഗം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ പണം കൊണ്ട് തഴച്ചു വളർന്ന് നമുക്കെതിരെയും തിരിയാം എന്ന് പലവുരുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ട്രംപ് ബോധ്യപ്പെട്ടു. എല്ലാ കോടതികളിലും ഇവരുടെ ഒരു കോക്കസ് ഉണ്ടാകും. സുപ്രീം കോടതിയിൽ നോക്കിയാൽ ചീഫ് ജസ്റ്റിസ് കോടതിയുടെ മുമ്പിലുള്ള ഓപ്പൺ ടെറസ് ആണ് ഇവരുടെ സ്ഥിരം മീറ്റിംഗ് പ്ലേസ് എന്ന് പല അഡ്വക്കേറ്റുമാരും പറഞ്ഞു വെക്കുന്നു. ഇതിൽ കപിൽ സിബൽ, ഇന്ദിരാ ജയ്സിംഗ്, പ്രശാന്ത് ഭൂഷൺ, ദുഷ്യന്ത് ദവേ തുടങ്ങിയ ഒരു പറ്റം സീനിയർ അഭിഭാഷകരും ഉണ്ട് എന്ന് ഫേസ്ബുക്കിലൂടെ ഒരു പ്രമുഖ അഭിഭാഷകൻ രേഖപ്പെടുത്തുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ കേസുകൾ മുഴുവനും കൊടുക്കുന്നത് ഈ കൂട്ടത്തിലുള്ള ആളുകളാണ് എന്നും തിരിഞ്ഞിരിക്കുന്നു. ഇവരുടെ ഓപ്പറേഷൻ രീതി വളരെ രസകരമാണ്. ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെതിരെയുള്ള നിയമ പോരാട്ടം. 4 വശത്ത് നിന്നും ഒരു 8-10 കേസുകൾ അങ്ങ് ഫയൽ ചെയ്യും. നേരത്തെ പറഞ്ഞ അർബൻ നക്സൽ രാജ്യവിരുദ്ധ കോക്കസ് വക്കീലന്മാർ അതോടെ കോടതിയിലേക്ക് ഇരച്ചു കയറി ജഡ്ജിമാർക്ക് അതീവ പ്രഷർ കൊടുക്കുന്ന രൂപത്തിൽ, സത്യത്തിൽ പറഞ്ഞാൽ ഒരു ഭീകര അന്തരീക്ഷം തന്നെ കോടതി മുറിക്കകത്ത് ഇവർ സൃഷ്ടിക്കും. മാധ്യമ ഏജന്റുമാർ കോടതിയെ കുഴപ്പിക്കുന്ന രീതിയിൽ കോടതി നിഷ്പക്ഷമല്ല എന്നുള്ള രീതിയിൽ റിപ്പോർട്ടിംഗും തുടങ്ങും. അതായത് ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനം. അതിനാണ് ഇവർ ഈ ജിഹാദി ഫണ്ട് വാങ്ങി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഡീപ് സ്റ്റേറ്റ് ഏജന്റുമാർ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. അതിൽ ഒരാളാണ് ഒരു ഇൽഹാൻ ഒമർ എന്ന സൊമാലിയൻ വംശജയായിട്ടുള്ള മുസ്ലിം സ്ത്രീ. സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ അവരുടെ ഒരുപാട് വിഷ്വൽസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോ അമേരിക്കൻ കോൺഗ്രസിൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി അംഗമാണ് ആള്. പാകിസ്ഥാനു വേണ്ടി ജിഹാദി സ്നേഹം കാരണം ഉറച്ചു നിന്ന് ഭാരതത്തിനെതിരെ കാശ്മീർ വിഷയത്തിൽ എപ്പോഴും കുരയ്ക്കുന്ന ഒരു ജിഹാദി ചവാലി. രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ ഈ ഇന്ത്യ വിരുദ്ധ ജിഹാദിയുമായി നടത്തിയ രഹസ്യ മീറ്റിംഗ് ഏറെ വിവാദമായിരുന്നു. ഇപ്പോൾ ട്രംപിന്റെ കോടാലി ഇവരുടെ കഴുത്തിലും വീണ ലക്ഷണമാണ്. ഇവരെ അമേരിക്കയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ തീരുമാനം എടുത്തതായിട്ടാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇനി അങ്ങോട്ട് കാര്യങ്ങൾ കൊഴുക്കുമെന്ന് കേൾക്കുന്നു. പ്രതിപക്ഷവും രാജ്യവിരുദ്ധ ഏജന്റുമാരും കോഴ എന്ന് പറയുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാർ എഴുതുന്നതാണ്, അദ്ദേഹം എഴുതിയതാണ് ഞാനിപ്പോൾ പറഞ്ഞ വസ്തുതകളെല്ലാം. ഇനിയും അദ്ദേഹം പുറത്തുവിട്ട ഒരു ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ.
ഇവരാണ് കണ്ടല്ലോ. കോൺഗ്രസിന് അനുകൂലമായി രാജ്യത്തിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനും ഭരണത്തെ അട്ടിമറിച്ച് വീണ്ടും അവർക്ക് തന്നെ അധികാര കസേരയിൽ വരുന്നതിന് വേണ്ടി അമേരിക്കയിൽ നിന്നും വലിയ തോതിൽ ഫണ്ട് എത്തിയിരുന്നു. ഭാരതത്തിലെ വോട്ടിംഗ് ഉയർത്തുന്നതിന് വേണ്ടി $21 മില്യൺ ബൈഡൻ ഭരണകൂടം നൽകിയത്. ഭരണമാറ്റം ഉണ്ടാക്കാനാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. ജോർജ് സോറോസിന്റെയും ഡീപ് സ്റ്റേറ്റിന്റെയും ടൂളായിട്ടുള്ള US എയ്ഡ് വഴിയാണ് ഈ രാജ്യത്തേക്ക് പണം ഒഴുകിയിട്ടുള്ളത്. നോക്കണം ഏത് രൂപത്തിലാണ് ഇവരുടെ രാജ്യസ്നേഹം ഒഴുകുന്നത് എന്ന്. ഭരിക്കുമ്പോഴും ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും. മറ്റുള്ള രാജ്യ തലവന്മാർക്ക് ഈ രൂപത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ട്രംപ് എന്ന് പറയുന്ന മനുഷ്യന് ആ രാജ്യത്തോട് സ്നേഹവും കൂറും പ്രതിബദ്ധതയും, വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളോട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ രൂപത്തിലൊരു തീരുമാനം എടുക്കേണ്ടി വരുന്നത്. ഇപ്പോ ഗണ്ഡി കുടുംബം അധികാരത്തിൽ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പണം വേണം. അത് ഉണ്ടാക്കാനുള്ള പല മാർഗങ്ങളും അവർ സ്വീകരിച്ചു കൊണ്ടേയിരിക്കും. പ്രതിപക്ഷ നേതാവൊന്നുമില്ലല്ലോ, ഇവർക്കൊന്നും ഈ വിഷയത്തിൽ പറയാനുമില്ലല്ലോ. അതെ, അതായത് ഇവരെ സംബന്ധിക്കുന്ന രഹസ്യ വിവരങ്ങൾ പുറത്തു പറയണമെങ്കിൽ അപാരമായ ഗഡ്സ് വേണം. കാരണം അതല്ലെങ്കിൽ വെട്ടുകളി ഫാൻസ് എല്ലാം കൂടി വന്ന് നമ്മളെ അങ്ങോട്ട് പൊതിയും. പിന്നീട് നമുക്കൊന്നും പറയാനോ ചെയ്യാനോ സാധിക്കില്ല. ഇവരെ ഏത് രൂപത്തിലാണ് ഈ രാജ്യത്തിന്റെ അസ്ഥിവാരം തോണ്ടുന്നത് എന്ന് നോക്കണം. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 1000 മില്യൺ. ഇപ്പോഴത്തെ കറൻസി നിരക്കില് 8665 കോടി രൂപ. 100 കോടി രൂപയല്ല. അപ്പോ ഇവരേത് രൂപത്തിലാണ് പണം ഉണ്ടാക്കുന്നത്? ആ പണം വാരി എറിഞ്ഞ് എങ്ങനെയാണ് ഈ രാജ്യത്തെ പിടിക്കാൻ ശ്രമിക്കുന്നതെന്ന് നരേന്ദ്രമോദിയും ട്രംപും ചേർന്ന് നിന്നാൽ ഏത് രൂപത്തിലുള്ള സോറോസിന്റെയും ഗണ്ഡിയുടെയും തന്ത്രങ്ങളെ പൊടിച്ചു വാരി ഒരു മൂലക്കിരുത്താൻ സാധിക്കും. ഇടി ഇറങ്ങിക്കഴിഞ്ഞു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അട്ടിമറിക്കാൻ $21 മില്യൺ ഫണ്ട് സ്വീകരിക്കുന്നതിന് ഇടനിലക്കാരായി പ്രവർത്തിച്ചവരെ പൂട്ടാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇൽഹാൻ ഉമർ എന്ന സൊമാലിയൻ വംശജയായ മുസ്ലിം സ്ത്രീയെ രാഹുൽ ഗാന്ധി കണ്ടത് എന്തിന്? 2024 സെപ്റ്റംബറിൽ US പോയ രാഹുൽ ഇന്ത്യ വിരുദ്ധ നയങ്ങൾക്ക് പേരുകെട്ട US കോൺഗ്രസ് MP ഇൽഹാൻ ഉമറുമായി കൂടിക്കാഴ്ച നടത്തിയതും അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇതേ തുടർന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ അട്ടിമറിക്കാൻ $21 മില്യൺ ഫണ്ട് സ്വീകരിക്കുന്നതിന് ഇടനിലക്കാരായി പ്രവർത്തിച്ച ഇന്ത്യൻ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ഇന്ത്യയിലെ വോട്ടർമാരെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ഫണ്ട് സ്വീകരിച്ചത് എന്നാണ് സൂചന. അതുകൊണ്ട് ഇന്ത്യയിലെ പല ഇടത് ജിഹാദി മാധ്യമങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്നും അവർക്കെതിരെയും അന്വേഷണം നടക്കുമെന്നുമാണ് റിപ്പോർട്ട്. അമേരിക്കൻ സന്ദർശനത്തിനിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും മിനാസോട്ടയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗവുമായി ഇൽഹാൻ ഉമറുമായി നടത്തിയ കൂടിക്കാഴ്ച വിവാദമായിരുന്നു. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വിവേചനത്തിന് ഇരയാവുന്നു എന്ന കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ആളാണ് ഇൽഹാൻ ഉമർ. ഇതിനു പുറമെ പാകിസ്ഥാൻ സന്ദർശിക്കുകയും ചെയ്തു. US കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുസ്ലിം വനിതയാണ് ഇൽഹാൻ ഉമർ. 2019 ഇന്ത്യക്കെതിരായി ഇൽഹാൻ ഉമറിന്റെ ആദ്യ വിമർശനം. ദേശീയ പൗരത്വ രജിസ്റ്ററിനെതിരെ ആഞ്ഞടിച്ച ഇൽഹാൻ ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കത്തിന്റെ ഭാഗമാണിത് എന്ന് വിമർശിച്ചു. 2022 ജൂണിൽ പാകിസ്ഥാൻ സന്ദർശിച്ചതോടെ ഇൽഹാൻ ഇന്ത്യയുടെ കണ്ണിലെ കരടായി. അന്നത്തെ സന്ദർശനത്തിൽ ഇൽഹാൻ മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അടക്കമുള്ള നേതാക്കളെ സന്ദർശിച്ചു. ഇതിനു പുറമെ പാക് കാശ്മീരിൽ സന്ദർശനം നടത്തുകയും ചെയ്തു. ഇത് ഇന്ത്യയെ കൂടുതൽ ചൊടിപ്പിച്ചു. ഇൽഹാന്റെ നടപടി അപലപനീയം എന്നായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. അവിടെ കൊണ്ടും കഴിഞ്ഞില്ല. 2022 ജൂണിൽ മതസ്വാതന്ത്ര്യം ലംഘിക്കുന്ന രാജ്യമായി ഇന്ത്യയെ പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ട് US കോൺഗ്രസിൽ ഇൽഹാൻ പ്രമേയം അവതരിപ്പിക്കുന്നു. 2023 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തിയപ്പോൾ US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചിരുന്നു. അന്ന് മോദിയുടെ പ്രസംഗം ബഹിഷ്കരിച്ച് ഇൽഹാൻ പ്രതിഷേധം അറിയിച്ചു. ഇതിനുശേഷം 2023 സെപ്റ്റംബറിൽ ഖാലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയുടെ പങ്കിനെ കുറിച്ചുള്ള കാനഡയുടെ അന്വേഷണത്തിന് അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകണമെന്നും ഇൽഹാൻ ആവശ്യപ്പെട്ടു. ജമ്മു കാശ്മീർ ഏതൊക്കെ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ തല പൊക്കാമോ ആ സാഹചര്യത്തിലെല്ലാം ഇൽഹാൻ ഉമർ സമർത്ഥമായിട്ടത് വിനിയോഗിച്ചിട്ടുണ്ട്. പലരെയും മുന്നിൽ നിർത്തി രാഹുൽ ഗാന്ധിയുടെ അവസാനത്തെ ശ്രമം എന്ന വണ്ണം പരിശ്രമിക്കുകയാണ്. കോടികൾ ഇറക്കിയിട്ടാണെങ്കിലും ശരി തിരിച്ചൊന്ന് അധികാരം പിടിക്കുവാൻ പറ്റുമെന്ന്. ഇവരുടെ ഇരട്ട പൗരത്വത്തിന്റെ പേരിൽ നമുക്കറിയാം സുബ്രഹ്മണ്യ സ്വാമി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരാണ് ഈ കേസ് കോടതി നടപടികളിലേക്ക് എത്താതെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നറിയണം. അത് കേന്ദ്ര സർക്കാർ വേണ്ട രൂപത്തിൽ ഇടപെട്ട് കോടതി വ്യവഹാരങ്ങൾക്ക്
അനുസൃതമായി ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതല്ലേ? ഇനി കോടതി മനഃപൂർവ്വം ഈ കേസിന്റെ മുകളിൽ കയറിയിരിക്കുകയാണോ? ആ കോടതിയെ നിലയ്ക്ക് നിർത്തേണ്ടതുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭരിക്കേണ്ടത് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ തന്നെയാണ്, എക്സിക്യൂട്ടീവാണ്. കോടതി അതിന്റെ പരിധി ലംഘിക്കാൻ കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തലായിട്ടാണ് ഈ ഇടത് ജിഹാദി മാധ്യമങ്ങൾ പൂട്ടിവെക്കുന്ന ഇത്തരം വാർത്തകളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ഇൽഹാൻ രംഗത്തെത്തിയിരുന്നു. ഇന്ത്യയുടെ പങ്കിനെ കുറിച്ചുള്ള കാനഡയുടെ അന്വേഷണത്തിന് അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകണമെന്നും ഇന്ത്യയുടെ പങ്കിനെ കുറിച്ചുള്ള കാനഡയുടെ അന്വേഷണത്തിന് അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകണമെന്നും ഇൽഹാൻ ആവശ്യപ്പെട്ടു. ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ നടപടിക്കെതിരെയും ഇൽഹാൻ രംഗത്തെത്തിയിരുന്നു. സൊമാലിയൻ വംശജയാണ് ഇൽഹാൻ. 1990 സൊമാലിയയിൽ യുദ്ധം ശക്തമായ കാലത്ത് കെനിയയിലെ അഭയാർത്ഥി ക്യാമ്പിലെത്തി. അന്ന് ഇൽഹാന്റെ പ്രായം വെറും 8 വയസ്സ്. 1990 അവസാനത്തിൽ ഇൽഹാനും കുടുംബവും അമേരിക്കയിലേക്ക് കുടിയേറി. 1997 മിനിയാപോളിസിൽ എത്തിയത്. പോളിസി അനലിസ്റ്റ്, ഓർഗനൈസർ, അഭിഭാഷക, കമ്മ്യൂണിറ്റി എഡ്യൂക്കേറ്റർ, പോളിസി ഫെലോ, അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ഇൽഹാൻ. എൻജിഒകൾ, സാമൂഹിക സ്വന്തം രാജ്യത്ത് ഒരു സ്ത്രീ എന്നതിലുപരി ആ രാജ്യത്തിന്റെ ഒരു പൗരയാണ് എന്ന് പോലും അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ കാനഡയിലും അമേരിക്കയിലും ഒക്കെ പോയി വിദ്യാസമ്പന്നയായതിനു ശേഷം എങ്ങനെ ഇന്ത്യയെ ചൊറിഞ്ഞ് പണി വാങ്ങിക്കാം എന്ന റിസർച്ചിലാണ് ഇൽഹാൻ ഉമർ. വിഷമിക്കണ്ട, ട്രംപ് തന്നെ പണി തരും, കാത്തിരുന്ന് കാണാം. ഇഡി പണി തുടങ്ങിയിട്ടുണ്ട്. നന്ദി.